ഹസ്തിനപുരത്തിന്റെ അന്തഃപുരം, സ്ത്രീകളുടെ ലോകം. മണ്ണിന്റെയും ചുവരുകളുടെയും അകത്ത് ഒരു രാജ്ഞി നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആകാശത്ത് മേഘങ്ങൾ പോലും ഇരുണ്ടു തുടങ്ങിയിരുന്നില്ല. പകൽ വെളിച്ചമുണ്ടായിരുന്നു. ഭർത്താവ് പകൽ ചൂത് കളിച്ചിരുന്നു. ഇത് ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയുടെ കഥയാണ്. ഒരേ അന്തഃപുരം, ഒരേ സ്ത്രീ, എന്നാൽ രണ്ടു വ്യത്യസ്ത ലോകങ്ങൾ. തുടങ്ങാം. ദ്രൗപദി ആദ്യമറിഞ്ഞ ആ അന്തഃപുരത്തിലേക്ക്, സുരക്ഷിതത്വത്തിന്റെ ആ അവസാന ദിവസത്തിലേക്ക്. ഹസ്തിനപുരത്തിന്റെ അന്തഃപുരം അത് ഒരു കോട്ടയായിരുന്നു. പുറം ലോകത്തിന് അകത്ത് കടക്കാൻ പറ്റാത്ത, സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു രഹസ്യലോകം. ഈ മുറികൾക്കുള്ളിൽ ദ്രൗപദി ഇന്ദ്രപ്രസ്ഥത്തിലെ രാജ്ഞിയായിരുന്നില്ല. അവളൊരു സഹോദരിയായിരുന്നു. കുന്തിയുടെ കാലുകൾ തിരുമ്മിക്കൊടുക്കുന്ന ഒരു മകൾ. അവളുടെ മുടിയിൽ മലർച്ചെണ്ടുണ്ടായിരുന്നു. ചുണ്ടിലൊരു പുഞ്ചിരി. എന്തുകൊണ്ട് പുഞ്ചിരി? കാരണം അവൾക്ക് സുരക്ഷിതത്വം തോന്നി. അന്തഃപുരത്തിന്റെ ചുവരുകൾ കട്ടിയുള്ളതായിരുന്നു. ചൂതുകളിയുടെ വിളി അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. യുധിഷ്ഠിരൻ ദ്യൂതസഭയിലേക്ക് പോകുന്ന വഴി. അവന്റെ കൈകളിൽ വിറയൽ, ശകുനിയുടെ കണ്ണുകളിൽ തിളക്കം. ചൂതിന്റെ വഴി തുറക്കുന്നു. ദ്രൗപദിക്ക് ഒരു വിചിത്രമായ സ്വപ്നമുണ്ടായിരുന്നു ആ രാത്രി. കറുത്ത തുണി, ഒഴിഞ്ഞ കിണർ. പക്ഷേ അവൾ ആ സ്വപ്നത്തെ അവഗണിച്ചു. അവൾ ചിന്തിച്ചു, എന്റെ ഭർത്താക്കന്മാരുണ്ട്, എനിക്കെന്തു ഭയം? അക്ഷരാർത്ഥത്തിൽ അവൾ അറിഞ്ഞ ഏറ്റവും അവസാനത്തെ സുരക്ഷിത നിമിഷം. ആ സന്ധ്യയോടെ അതവസാനിച്ചു. കാരണം ദ്യൂതസഭയിൽ ആദ്യത്തെ പകിട വീണു. അവൻ പറഞ്ഞു, അവളുടെ അന്തഃപുരം അവൾക്ക് തന്നെ ഒരു വിനയായി മാറിയ കഥ കേൾക്കാം. ദ്രൗപദി വിശ്വസിച്ചില്ല. എല്ലാം എന്നാൽ എന്താണ്? സ്വർണമോ, രഥങ്ങളോ? രണ്ടാമത്തെ ദൂതൻ, അവൻ കരഞ്ഞു, രാജ്ഞി, രാജ്യം നഷ്ടപ്പെട്ടു, ഇന്ദ്രപ്രസ്ഥം അവർക്ക് കൊടുത്തു. താങ്കളുടെ സഹോദരൻ ദൃഷ്ടദ്യുമ്നൻ, അവനെയും പണയം വെച്ചു. ഇവിടെയാണ് ഞെട്ടൽ വരുന്നത്. ദ്രൗപദി ഓടാൻ തുടങ്ങി. എങ്ങോട്ട്? ദ്യൂതസഭയിലേക്ക്. പക്ഷേ അന്തഃപുരത്തിന്റെ വാതിലുകൾ അടഞ്ഞിരുന്നു. സ്ത്രീകൾക്ക് സഭയിൽ പ്രവേശനമില്ല. ഇത് കേൾക്കൂ. അവളുടെ ഭർത്താവ്, അവളുടെ രാജാവ്, അവളുടെ ജീവിതം, അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൾ അന്തഃപുരത്തിന്റെ ഭിത്തിയിൽ ചാരി നിന്നു. എത്ര നേരം? മണിക്കൂറുകളോ? പിന്നെ മൂന്നാമത്തെ ദൂതൻ, അവൻ നോക്കിയില്ല. അവൻ മന്ത്രിച്ചു, രാജ്ഞി, യുധിഷ്ഠിരൻ ദേവിയെ പണയം വെച്ചു. ദ്രൗപദി ആ നിമിഷം എന്ത് ചിന്തിച്ചിരിക്കും? അവളുടെ കൈകൾ, അവൾ മുടി പിടിച്ച് വലിച്ചിരിക്കും. അവളുടെ ചുണ്ടുകൾ, അവൾ പ്രാർത്ഥിച്ചിരിക്കും. അവളുടെ കണ്ണുകൾ, അവൾ തീ ആഗ്രഹിച്ചിരിക്കും. പക്ഷെ ദൈവങ്ങൾ മിണ്ടിയില്ല. കാരണം ഇതൊരു പരീക്ഷണമായിരുന്നു. ദ്രൗപദിക്ക് ഇതറിയില്ലായിരുന്നു. അവൾ അന്തഃപുരത്തിന്റെ വാതിൽക്കൽ നിന്നു. അകത്തേക്ക്, വെളിയിലേക്ക്, രണ്ടും നരകം. അകത്ത് അവൾ ഒരു വിലക്കപ്പെട്ട വസ്തു, വെളിയിൽ അവൾ ഒരു അടിമ. എങ്കിൽ എന്ത് ചെയ്തു ദ്രൗപദി? അവൾ ചെയ്തത് ഒരു അസാധാരണമായ കാര്യം. തിരികെ പോയി ആ സഭയോട് ചോദിക്കൂ, സ്വയം തോറ്റ ഒരാൾക്ക് തന്റെ പത്നിയെ പണയം വെക്കാൻ എന്ത് അധികാരമാണുള്ളതെന്ന്. ഈ ഒരു ചോദ്യം ഇത് ദ്യൂതസഭയെ മുഴുവൻ വിറപ്പിച്ചു. കാരണം ഇത് നിയമത്തിന്റെ മുള്ളായിരുന്നു. അവളൊരു വസ്തുവായിരുന്നില്ല. അവൾക്ക് അവകാശമുണ്ടായിരുന്നു. അവൾ ഓടിയില്ല. കാരണം അവളുടെ ഉള്ളിലൊരു തീ ജ്വലിച്ചു. അന്തഃപുരത്തിൽ നിന്ന് ഒരു രാജ്ഞിയായി മാറിയില്ല, അവൾ ഒരു യോദ്ധാവായി മാറി. എന്താണ് പിന്നീട് സംഭവിച്ചത്? ദുശാസനൻ അവളുടെ മുടി പിടിച്ചു. അവൻ വലിച്ചു. അവളുടെ പാദങ്ങൾ മണ്ണിലുരസി. ഭർത്താക്കന്മാരഞ്ചുണ്ടായിട്ടും കൗരവസഭയിൽ അവൾ നിരാലംബയായി. ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന വാക്യം ഈ സന്ദർഭത്തിൽ നിന്ന് ഉണ്ടായതാകാം. അഗതികളുടെ നാഥ, എന്നെ കാത്തുകൊള്ളുക. കൃഷ്ണ, 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 കൃഷ്ണ. ഈ അപമാനം ഞാൻ മറക്കില്ല. ദുശാസന, കേൾക്കൂ. നീ നിന്റെ രക്തം കൊണ്ട് ഈ മുടി കഴുകുന്നതുവരെ ഈ മുടി ഞാൻ കെട്ടില്ല.